അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ എൻ്റെ ഗുരുനാഥന്മാരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ചെറിയ ഒരു ചരിത്രകഥ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ വിശന്ന് വയറൊട്ടിക്കൊണ്ട് ഒരു നദിയുടെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് വിശപ്പിൻ്റെ അങ്ങേയറ്റമാണ്, അവസാന കണിക എന്ന് പറയില്ലേ, അതുപോലെ വിശപ്പിൻ്റെ ആഹിറാണ്, അവസാന ഘട്ടമാണ്. അദ്ദേഹം നടന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കഴിക്കാമെന്ന് കരുതി നടന്ന് നദിയിലൂടെ അരികിലൂടെ ഒരുപാട് അങ്ങേയറ്റം പോയി. അവസാനം നദിയിലൂടെ ഒരു മുന്തിരിക്കൊല ഇങ്ങനെ ഒഴുകി വരുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പെട്ടെന്ന് അത് ഇറങ്ങിയെടുത്ത് ആ മുന്തിരിക്കൊല കഴിച്ചതിന് ശേഷമാണ്, അല്ലാ, ഞാൻ ഈ കഴിച്ചത് ഹറാമാണല്ലോ, ഇനി എന്ത് ചെയ്യും? ഒന്നും അറിയാതെ അദ്ദേഹം ഇങ്ങനെ നിന്നപ്പോഴാണ് അദ്ദേഹം മുന്തിരിത്തോട്ടം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരുപാട് വീണ്ടും നടന്നു അവസാനം മുന്തിരിത്തോട്ടം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. മുന്തിരിത്തോട്ടം കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഹലാലാക്കണ്ടേ, ഇതിൻ്റെ ഉടമയെ കണ്ടുപിടിക്കണം. അങ്ങനെ അവസാനം വീണ്ടും അദ്ദേഹം തപ്പിപ്പിടിച്ചു തെരഞ്ഞ് അവസാനം ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെ വീടിൻ്റെ മുമ്പിലെത്തുകയാണ്. വീടിൻ്റെ മുമ്പിലെത്തി ഡോറിൽ അദ്ദേഹം മുട്ടിയപ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ പുറത്തു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടേതാണോ ആ മുന്തിരിത്തോട്ടം? അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റേതാണ്. ഞാൻ ആ തോട്ടത്തിലെ ഒരു കൊല മുന്തിരി ഒലിച്ചു വന്നപ്പോൾ ഞാനതെടുത്ത് കഴിച്ചു. നിങ്ങൾ മാപ്പ് തരണം, എനിക്ക് പുറത്തു തരണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിനക്ക് മാപ്പില്ല. വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങളതെനിക്ക് മാപ്പാക്കി തരണമെങ്കിൽ, പുറത്തു തരണമെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്തു തരണമെങ്കിൽ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മാപ്പാക്കി തരാം, പുറത്തു തരാം, പക്ഷേ എനിക്കൊരു മോളുണ്ട്, വിരൂപിയായ ഒരു മോൾ. ഇരു കണ്ണും ആ മോൾക്കില്ല, ഇരു കാലും ആ മോൾക്കില്ല, ഇരു കൈയും ആ മോൾക്കില്ല. അങ്ങനെ ഇരു കണ്ണും ഇരു കാലും ഇരു കൈയും ഇല്ലാത്ത ആ മോളെ നീ വിവാഹം കഴിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ മാപ്പാക്കി തരാം, പുറത്തു തരാം, വിട്ടുവീഴ്ച ചെയ്തു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് ആലോചിച്ചപ്പം ഈ നരകത്തെക്കാട്ടിലും ഈ ദുനിയാവിലെ പളപ്പളപ്പിനെക്കാട്ടിലും അള്ളാഹുവിൻ്റെ ജന്നത്ത്, സ്വർഗം എനിക്ക് കിട്ടുന്നതല്ലേ നല്ലതെന്ന് കരുതിക്കൊണ്ട് അള്ളാഹനെ പേടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഖ്വ കൊണ്ട് അദ്ദേഹം അതിനൊരുങ്ങുകയാണ്, കണ്ണും കാലുമില്ലാത്ത ആ പെണ്ണിനെ കെട്ടാൻ. അങ്ങനെ ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക്, മുന്തിരി കഴിച്ച മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇയാളെ മകളെ കൊടുക്കുകയാണ്. ഇയാൾ കണ്ടപ്പം നല്ല ചൊറുക്കുള്ള ഇരു കണ്ണും ഇരു കാലും ഇരു കൈയുമുള്ള സുന്ദരിയായ, വളരെ അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇയാൾ ആകെ കോരിത്തെരിച്ചു പേടിച്ചുകൊണ്ട് ഇദ്ദേഹം ബാപ്പാനെടുത്ത് ഓടിച്ചെന്നു. ഈ പെണ്ണിൻ്റെ ബാപ്പാനോട് പോയി പറഞ്ഞു, എന്താണിത്? നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇരു കണ്ണുമില്ലാത്ത, ഇരു കാലുമില്ലാത്ത, ഇരു കൈയുമില്ലാത്ത ഒരു പെണ്ണിനെ നിനക്ക് തരാം, ഒരു സ്ത്രീയെ നിനക്ക് തരാം, അങ്ങനെയുള്ളൊരു മോളാണ് എൻ്റേത്, അവളെ വിവാഹം കഴിക്കാനാണ് നിങ്ങൾ എന്നോട് പറയണത്. ഇതെന്താ, ഇരു കണ്ണുമുണ്ട്, ഇരു കാലുമുണ്ട്, ഇരു കൈയുമുണ്ട്, ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ നിങ്ങളെന്നെ വ്യഭിചരിപ്പിക്കുകയാണോ, എന്നെ തിന്മ ചെയ്യിപ്പിക്കുകയാണോ ചോദിച്ചപ്പോൾ ഈ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മോൾക്ക് മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും അത് പറയാൻ സാധിക്കുമോ? ഇന്നിൻ്റെ ലോകത്ത് ഈ ഹറാമ് നടന്നുകൊണ്ടിരിക്കുന്ന, ഈ വൃത്തികേട് നടന്നുകൊണ്ടിരിക്കുന്ന, തോന്നിവാസം നടന്നുകൊണ്ടിരിക്കുന്ന, തെമ്മാടിത്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ ഈ ദുനിയാവിൽ, ഇന്നിൻ്റെ ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയോ? എൻ്റെ മോൾക്ക് ഹറാമ് കാണാനുള്ള, തിന്മ കാണാനുള്ള, വൃത്തികേട് കാണാനുള്ള, തോന്നിവാസം കാണാനുള്ള ഇരു കണ്ണും എൻ്റെ മോൾക്ക് ഇല്ല എന്നതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മോൾക്ക് തോന്നിവാസം കേൾക്കുവാൻ, വൃത്തികേട് കേൾക്കുവാൻ, തമ്മാടിത്തരം കേൾക്കുവാനുള്ള ഇരു കാതും എൻ്റെ മോൾക്ക് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോൾക്ക് വൃത്തികേടിലേക്ക് നടന്നു പോകുവാൻ, വൃത്തികേടിലേക്ക് ചലിക്കുവാനുള്ള ഇരു കാലും എൻ്റെ മോൾക്ക് ഇല്ല എന്നാണ്
എൻ്റെ മോൾക്ക് ഹറാമ് പറയാനുള്ള, തമ്മാടിത്തരം പറയാനുള്ള, തോന്നിവാസം പറയാനുള്ള നാക്ക്, തൊള്ള എൻ്റെ മോൾക്ക് ഇല്ല എന്നാണ്. എൻ്റെ മോളെ കൈ ഒരാൾ ഹറാമ് കൊണ്ടും ഒരാളെ സാധനം എൻ്റെ മോൾ എൻ്റെ കൈ കൊണ്ട് എടുത്തിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല. ഹറാമ് പ്രവർത്തിക്കാത്ത കരങ്ങളാണ്, ഇരു കരങ്ങളാണ് എൻ്റെ മോൾക്കുള്ളതാണ്. ആ പിതാവ് പറഞ്ഞ മറുപടി എനിക്കും നിങ്ങൾക്കും ഇത് എത്രത്തോളം ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ മോൾക്ക്, എൻ്റെ മോൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ സമുദായത്തിന് ഹറാമ് കാണാനുള്ള കണ്ണില്ല, വൃത്തികേട് കാണാനുള്ള കണ്ണില്ല, തമ്മാടിത്തരം കേൾക്കാനുള്ള കാതില്ല, തോന്നിവാസം ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള കരങ്ങളില്ല, തോന്നിവാസത്തിലേക്ക് ചലിക്കുവാനുള്ള കാലില്ല എന്ന് എത്ര മാതാപിതാക്കൾക്കെന്ന് പറയാൻ സാധിക്കുമെന്ന് സ്വന്തത്തോട് ചോദിക്കുക. അങ്ങനെ തമ്മാടിത്തരത്തിൽ നിന്നും, തോന്നിവാസത്തിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും അങ്ങേയറ്റം അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ, നാഥൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.